മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സീരിയലിൽ വന്നു. ഇനി വന്ന് സിനിമയിലേക്കാണ്. അതെ, സിനിമയിൽ മഗ്‌രിബിന് റീ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് മഗ്‌രിബിനാണ് ആദ്യം തുടങ്ങി. പി ടി കുഞ്ഞുമായിട്ട്. അതിനുശേഷം പി ടി തന്നെയാണ് ആദ്യമായിട്ട് സംഗീതം ചെയ്യിച്ചത്. പാട്ട് ചെയ്തതും പീറ്റിൻ്റെ പടത്തിൽ തന്നെയാണ്. ഗർഷോമിൽ ഹരിഹരനും ഫസ്റ്റ് പാടുന്നു. പിന്നെ റഫീഖ് അഹമ്മദ് ആദ്യമായിട്ട് എഴുതുന്നത്, സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതാണ്. അതെ അതെ. നമുക്ക് ആദ്യം പി ടി രമേഷിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് കേൾക്കാം. അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചു. അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ബോംബെയിൽ പഠിച്ച ആളാണെന്ന്. അങ്ങനെയാണ് മഗ്‌രിബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് വേണ്ടിയിട്ട് രമേശ് നാരായണനെ ഞാൻ ബന്ധപ്പെടുന്നത്. പിന്നീട് ഗർഷോം എന്ന സിനിമ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് പ്ലസ് സോങ്സിൻ്റെ മ്യൂസിക്കും അദ്ദേഹത്തെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാൻ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഹരിഹരൻ്റെ മലയാളത്തിലുള്ള പുറത്ത് വന്ന ആദ്യത്തെ പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങളായി. റഫീഖ് അഹമ്മദിൻ്റെ ആദ്യത്തെ രചന പറയാൻ മറന്ന പരിഭവങ്ങളാണ്. അതുപോലെ തന്നെ രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തുന്ന ആദ്യത്തെ സിനിമ ഗാനം പറയാൻ മറന്ന പരിഭവങ്ങളാണ്. രമേഷ് ജി സംഗീതം കൊടുക്കുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ട്. ആ ഒരു പാതകം ചെയ്തു പോയി, ക്ഷമിക്കുക. അല്ല, അങ്ങനെ പാതകമായിട്ട് തോന്നുന്നില്ല. എന്താ പറയുക, കാരണം ഉണ്ടായിരുന്നു. ഞാൻ രമേഷ് ജി ആദ്യമായിട്ട് കാണുന്നത് ഈ പാട്ടിലെ സ്ക്രീനിലാണ്. ശരി. അപ്പം ഞാൻ ആ പടം കാണുമ്പോൾ ഭീകരവാദി അല്ലല്ല, അതിൻ്റെ ഗർഷോം എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിട്ട് ഫെസ്റ്റിവലിനാണ് കാണുന്നത്. കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പടത്തെക്കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ പി ടിയോട് ചോദിച്ചു, ആ പാട്ട് പാടി അഭിനയിച്ച ആളാരെന്ന് ചോദിച്ചു. അതിന് മ്യൂസിക് ഡയറക്ടറല്ലേ, മറ്റേ രമേശ് നാരായണനല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യത്തിൽ രമേശ് നാരായണൻ ഇന്ന ആളാണെന്നൊക്കെ ഞാൻ അറിയുന്നത് ആദ്യമായിട്ട്. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സംഗീതത്തെക്കുറിച്ച് അഗാധമായ പരിജ്ഞാനമുള്ള ഒരാളും സംഗീതത്തെക്കുറിച്ച് യാതൊന്നും നിശ്ചയമില്ലാത്ത ഒരാളും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കെമിസ്ട്രിയാണ് അത് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് നന്നായി പറഞ്ഞു നിർത്തിയത് പുള്ളി. അതെപ്പോഴും പറയും, എനിക്ക് സംഗീതത്തിന് പറ്റുമെന്നും അറിയില്ല. എൻ്റെ കാര്യത്തിൽ അത് തന്നെയുണ്ട്. ഞാനും പറയാറുണ്ട് ഈ കാര്യം തന്നെ. മ്യൂസിക് ഡയറക്ടറോട് പറയും, എനിക്ക് മ്യൂസിക്കൊന്നും അറിയില്ല, പക്ഷെ കേട്ടാൽ ഇത് കൊള്ളാമോ കൊള്ളില്ല എന്ന് പറയാൻ പറ്റും. ആ മനസ്സാണ് വേണ്ടത്. അവിടെ നമ്മൾ എന്താണ് വേണ്ടത്, അവിടത്തെ എന്ത് വേണം. ഞാനിപ്പോൾ രാഗം നോക്കിയിട്ടൊന്നുമില്ല ചെയ്യുന്നത്. ആ ഭാവത്തിനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കടക്കുമ്പോഴാണ് പിന്നെ രാഗത്തിലേക്ക് എത്തുന്നത്. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാം. ഇത് അപ്പോൾ ഇത് എന്തിനാണ് വരുന്നതെന്ന് പിന്നീടാണ് ചിന്തിക്കുന്നത്. മേഘമൽഹാറിൽ ഞാൻ ഫോണിലൂടെയാണ് സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത്. നമ്മൾ തമ്മിൽ നേരിട്ട് കാണാതെയാണ് ആ പാട്ട് കമ്പോസ് ചെയ്തത്. അതെ, അതൊരു വലിയ അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ളത് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് എല്ലാ പടത്തിനും മ്യൂസിക് ഡയറക്ടറെ കൂടെ ഇരുന്നിട്ട് തന്നെയാണ് പാട്ടുണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കാരണം ഞാൻ ആദ്യം മേഘമൽഹാറിൽ പാട്ട് ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് പാട്ട് എന്നുള്ള രീതിയിൽ വന്ന് 2 സിറ്റുവേഷൻ വന്നു. അപ്പോഴേക്കും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഴിക്കോട് തുടങ്ങി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ONV സാറിന് അസുഖം എന്തോ ആയതുകൊണ്ട് പുള്ളിക്കും കോഴിക്കോട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു ONV സാറും രമേഷും. അങ്ങനെയാണ് 2 പാട്ടുണ്ടാകുന്നത്, പൊന്നുഷസും ഉണ്ടാകുന്നത്. എൻ്റെ രമേഷ് എന്നോട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നറുപുഷ്പ എന്നുള്ളത് എന്നെ ഫോണിൽ പാടി കേൾപ്പിച്ചാണ്. അതെ അതെ, ആ ഇത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം അത് പടത്തിൻ്റെ മൊത്തം മൂഡാണത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. പ്രത്യേകിച്ചും എനിക്കതിൽ മറക്കാൻ പറ്റാത്തൊരു സാധനം, ആ പാട്ടിൽ തന്നെ ഒരു നറുപുഷ്പയിൽ BGM ഹിന്ദുസ്ഥാനി വോക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പാടാം എനിക്ക്. പാപി പപയാ शोर मचाए शोर मचाए शोर मचाए मचाए. ഇതിനൊരു ഇതുണ്ട്. ഈ ഒരു പോർഷൻ ഞാൻ എന്നും ഷൂട്ടിങ്ങിന് കാലത്ത് കാറിൽ പോകുമ്പോൾ ഞാൻ ഡ്രൈവറെ അടുത്ത് പറയും, അത് ഇടാൻ പറയും.
ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് റിവൈൻഡ് ചെയ്യാൻ പറയും അല്ലേ. ഇത് തന്നെ കേട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, അത് നമ്മുടെ പടത്തിൻ്റെ മൂഡാണ്. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കയറി വരുന്നത് അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കുന്നത്.